പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു എളിയ പൈതലിനെ കുറിച്ച് കേട്ടു. അദ്ദേഹത്തെ അച്ഛൻ ഒരു കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്ന മുമ്പ് ചെയ്തെന്താണെന്നറിയോ? 100 തവണ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ ഒരു ഗോപുരമായി മാറിയിട്ടാണ് കൗൺസിലിങ്ങിന് പോയിരുന്നത്. വളരെ പ്രകടമായ അത്ഭുതങ്ങൾ കർത്താവ് അവിടെ ചൊരിഞ്ഞു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശക്തി ആദിമ സഭയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കർത്താവിന് ശക്തി അസ്തമിച്ചു എന്ന് ചിന്തിച്ച് വശാകരുത്. നീ ഞാൻ ഈ എരിവോടുകൂടി കർത്താവിന് വേണ്ടി സമർപ്പണം ചെയ്യുന്നുണ്ടോ? അവിടെ കർത്താവിന് ശക്തിയുണ്ട്. ഇത് നിസ്സംശയമായ നിസ്തർക്കമായ ഒരു സംഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. ജെറമ്യായുടെ പുസ്തകത്തിൽ ദൈവം എപ്പോഴും ദൈവരാജ്യത്തിന്റെ വേലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവം പറയണത് തീ കത്തുന്നത് പോലെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യണം. ജെറമ്യാ പ്രവചനത്തിൽ 23-ാം അധ്യായത്തിൽ 28-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പ് മണിക്ക് തമ്മിൽ എന്ത് പൊരുത്തം? എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ? ഒരു വചന ശുശ്രൂഷകൻ തമാശകളി കുട്ടികളി കാണിച്ച് നടക്കരുത്. ജെറമ്യായുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുന്നു, അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നി പോലെയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി വിറകിനെ വിഴുങ്ങിക്കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരു എരിവുള്ള ശുശ്രൂഷ ആഗ്രഹിക്കുന്നു. ദൈവം ഒരു എരിവുള്ള ജീവിതം ആഗ്രഹിക്കുന്നു. ഒരു ശുഷ്കാന്തി, ഒരു ഉണർവ് ഈ കാര്യങ്ങളിൽ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 സാമുവേൽ 17-ാം അധ്യായം 34-ാം തിരുലിഖിതം. ദാവീദ് എന്ന് പറഞ്ഞ കൊച്ചു ബാലൻ സൗൽ രാജാവിന് മുമ്പിൽ ആനയിക്കപ്പെട്ടിരിക്കുകയാണ്. അവനെ സൗൽ രാജാവ് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെക്കുറിച്ച് തന്നെ ദാവീദ് സൗൽ രാജാവിനോട് പറയുന്ന ഒരു ഭാഗമാണ് 1 സാമുവേൽ 17-ാം അധ്യായം 34-ാം തിരുലിഖിതം. പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഈ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻ പറ്റത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കും. അവ എന്നെ എതിർത്താൽ ഞാൻ അവയുടെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും. അങ്ങനെ അനേകം സിംഹങ്ങളെയും കരടികളെയും ഈ ദാസൻ കൊന്നിട്ടുണ്ട്. സൗലിന്റെ മുമ്പിൽ ദാവീദ് രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യ വേല ചെയ്യുമ്പോൾ, ആത്മാക്കളെ നേടാൻ വേണ്ടി അധ്വാനിക്കുമ്പോൾ, സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ, മധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ, കുരിശിന് വഴി നടത്തുമ്പോൾ ഇതുപോലൊരു എരിവുണ്ടോ? എൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് വഴി എൻ്റെ പിതാവിൻ്റെ ആടുകളെ തട്ടിക്കൊണ്ടുപോകുന്ന സിംഹം, കരടി അതെല്ലാം പിളർന്ന് അതെല്ലാം കരിഞ്ഞ് ചാമ്പലായി ദൈവജനം വിടുതൽ പ്രാപിക്കണം. ആ ഒരു എരിവ് ഹൃദയത്തിലുണ്ടോ? എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ ഒരു ആത്മാവിൻ്റെ ജലനത്തിനായി പ്രാർത്ഥിക്കാം. ഓ, ഇന്നലത്തെ തീ, ഇന്നത്തെ ചാരം എഴുന്നേറ്റ് നിൽക്കുക. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, മങ്ങിപ്പോയ തീഷ്ണതയെ വീണ്ടും എരിയിക്കണമേ. 1 മക്കബായർ 3-ാം അധ്യായം 4-ാം വചനത്തിൽ അഭിഷേകം നിറയട്ടെ. അവൻ പ്രവർത്തനങ്ങളിൽ ഒരു സിംഹത്തെ പോലെ ആയിരുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേക ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ശുശ്രൂഷകരിലേക്ക് വ്യാപരിക്കട്ടെ, കുട്ടികളിലേക്ക് വ്യാപരിക്കട്ടെ, യുവതിവാക്കന്മാരിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, തീഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. പ്രൈസ് ദി ലോർഡ്.
പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48 അധ്യായം 1 തിരുലിഖിതം. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിന് വേണ്ടി ഏലിയ ഒരു ആയുസ് മുഴുവൻ ചെയ്ത ശുശ്രൂഷയെ ഒറ്റ വാക്കിൽ, ഒറ്റ സെന്റൻസിൽ ഇതാ ദൈവത്തിന്റെ വചനം അവതരിപ്പിക്കുകയാണ്. അവൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട് പന്തം പോലെ അവന്റെ വാക്കുകൾ ജ്വലിച്ചു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈ നിമിഷങ്ങളിൽ ഒരു വലിയ അഗ്നി അഭിഷേകം വ്യാപരിക്കണം. യെശയ്യാ 66 അധ്യായം 15 തിരുലിഖിതം. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുന്നു, അവിടുത്തെ രഥം ഒരു കൊടുങ്കാറ്റ് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഇപ്പോൾ അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. വലിയ ഭയം, ആകുലത, ടെൻഷൻ, നിരാശ, കുറ്റബോധം, പലതരത്തിലുള്ള ദുർപീഡകൾ, ഇങ്ങനെയുള്ള ഓരോ പീഡകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ, ഓരോ തരത്തിൽ സാത്താന്യ പീഡകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ യേശുനാമത്തിൽ വിടുവിക്കുന്നു. തിന്മകളും കോട്ടകളും തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. സൗത്ത് മൂലംകുഴി എന്ന സ്ഥലത്ത് നിന്ന് വരുന്ന. എൻ്റെ പേര് മോളി ജേക്കബ്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകളുടെ പേര് മേരി ജേഷ്മ എന്നാണ്. അവൾ BA 3-ാം വർഷം വിദ്യാർത്ഥിയാണ്. അവൾക്ക് 5 വർഷമായി തുടരെ വയറുവേദനയായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ച് ആയുർവേദവും ഇംഗ്ലീഷും ഹോമിയോപ്പതിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞ് ഈ വയറുവേദന അങ്ങനെ മാറൂല, മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ കുട്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഞങ്ങൾ TV-യിൽ 8:30 മണിക്കുള്ള അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ ആരാധന സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, ഓരോരുത്തരും രോഗങ്ങളുള്ളവർ തലയിൽ കയ്യിൽ വെച്ച് അവരുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ സമയം എൻ്റെ മോള് തലയിൽ കൈവച്ച് വിശ്വാസത്തോടെ ഈശോ എന്നെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട്, സ്വർഗീയ അപ്പച്ച എൻ്റെ ഈ രോഗം എനിക്ക് മാറ്റി തന്നെ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞു. മോള് പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഈ നിമിഷം വരെ എൻ്റെ മോൾക്ക് അത് കഴിഞ്ഞ് വയറുവേദന ഉണ്ടായിട്ടില്ല, മരുന്ന് കഴിക്കേണ്ടിയും വന്നിട്ടില്ല. ഞാനും എൻ്റെ കുടുംബം ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയെ നന്ദി. 5 വർഷമായുള്ള രോഗം ടെലിവിഷന്റെ മുമ്പിലിരുന്ന് യേശുവേ വിശ്വാസത്തോടെ അങ്ങോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. തൽക്ഷണം ആ രോഗം വിട്ടുപോയി. പിന്നെ ഇന്ന് വരെ രോഗം ആ കുട്ടി അലട്ടിയിട്ടില്ല. അതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇവിടം വരെ വന്ന് ഇന്ന് അട്ടപ്പാടി മലമുകളിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തെ ഈ സഹോദരി മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കുട്ടി എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടിയെന്ന് വിചാരിക്കുന്നത്. BA പഠിക്കുന്ന കുട്ടിയെ പറ്റില്ല അല്ലേ? നല്ല പഠിപ്പുള്ള കുട്ടിയാണ്. അത് തോന്നൽ കൊണ്ട് പറയണതല്ല, ശരിക്കും സ്പഷ്ടമായിട്ട് അങ്ങോട്ട് ആ രോഗത്തിന്റെ വേദന അനുഭവിച്ചിട്ട് അത് മാറിയതിന്റെ സന്തോഷം അനുഭവിച്ചിട്ടാണ് ഇപ്പം വന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. എൻ്റെ പേര് അഗസ്റ്റിൻ ജോസഫ്. എൻ്റെ വീട് പാലാരൂപതയിൽ രാമപുരത്ത്. ഞാൻ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. എനിക്ക് 1.5 വർഷമായി എൻ്റെ മുഖത്ത് നെറ്റിയിലും കവിളിലും കണ്ണിൻ്റെ പെരുകത്തിലും അതുപോലെ ചെവിയുടെ പുറകിലും എല്ലാം നിരവധി ചെറുതും വലുതുമായി വെളുത്ത പാടുകൾ
വെളുത്ത പാടുകള് ശരീരത്തിൽ പല ഭാഗത്ത് നെറ്റിയിലും കഴുത്തിലും ചെവിയിലും മുഖത്തും മൂക്കത്തും ഒക്കെ ആയിട്ട് വെളുത്ത പാടുകൾ വരുന്നൊരവസ്ഥയിൽ ഈ സഹോദരൻ വിഷമിക്കാൻ തുടങ്ങി. നിരവധി സ്കിൻ ഡോക്ടർമാരുടെ അടുത്ത് പോയി മരുന്ന് കഴിച്ചു, യാതൊരു കുറവുമില്ല. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മെയ്യിൽ ഇവിടെ വന്ന് ധ്യാനത്തിന് വരികയും കഴിഞ്ഞ മെയ് മാസത്തിലെ ആദ്യ വെള്ളി ധ്യാനത്തിന് ഇവിടെ പങ്കുചേർന്നു. വളരെ വേദനയോടുകൂടി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി അച്ഛൻ രോഗശാന്തി ശുശ്രൂഷയിൽ വെളുത്ത പാടുകൾ പോകുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു. അന്ന് ഇവിടെ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ ശുശ്രൂഷയെ പങ്കുചേർന്നുകൊണ്ടിരുന്നപ്പോൾ സ്തുതിപ്പിൻ്റെ സമയത്ത് സ്റ്റേജിൽ നിന്ന് അച്ഛനെ അനൗൺസ് ചെയ്തു, ഇതാ ശരീരത്തിൽ വെളുത്ത പാടുകളുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് വെളുത്ത പാടുകൾ അപ്രത്യക്ഷമാകുന്നുവെന്ന് മെസ്സേജ് വന്നു. അന്ന് ആ സമയത്ത് അന്ന് മുതൽ എൻ്റെ പാടുകൾ ഓരോന്നോരോന്നായി കുറഞ്ഞ് ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും കുറഞ്ഞു. പരിപൂർണമായി ശരീരത്തിൽ നിന്ന് ആ പാടുകൾ വിട്ടൊഴിഞ്ഞു പോയി. കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന് സന്തോഷിച്ച്. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന്.